ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പ സ്വാധ്യായത്തില് സുസ്ഥിര സമാജ സ്ഥാപനം എന്നുള്ള വിഷയത്തിന്മേലാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഈ 6-ാം അധ്യായത്തിലെ 11-ാമത്തെ പാഠമാണ് ഫോർമേഷൻ ഓഫ് ദ ട്രൈബ്, ഗോത്ര രൂപീകരണം എന്നത്. അതിനെക്കുറിച്ച് നമ്മളിവിടെ ഇങ്ങനെയാണ് പറയുന്നത്. Formation of the tribe is a practical actualization of the village after its full functionality. എന്താണ് ഗോത്ര രൂപീകരണം? ആവാസ വ്യവസ്ഥയുടെ രൂപകൽപ്പന കഴിഞ്ഞാൽ പതിയെ ഗ്രാമവാസികൾക്കും അംഗങ്ങൾക്കും അതിനകത്ത് ജീവിച്ചു തുടങ്ങുവാനാകും. മേൽ വിവരിച്ച എല്ലാ സംവിധാനങ്ങളെയും ഒരേ സമയം ഉണർത്തി നിർത്തുന്ന ഒരു പ്രായോഗിക ജൈവ സംവിധാനമായി തട്ടകങ്ങളെല്ലാം പ്രവർത്തിച്ചു. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഓരോ തട്ടകങ്ങളും തമ്മിലുള്ള പാരസ്പര്യങ്ങൾ ഇഴചേർന്നുകൊണ്ടുള്ള ഗോത്ര വ്യവസ്ഥ ആവിർഭവിക്കുകയുള്ളൂ. അപ്പോഴാണ് ഗൃഹസഭകൾ, ബന്ധുസഭകൾ, ഗോത്രസഭകൾ എന്നിവ ചേർന്നുണ്ടാകുന്ന ഒരു ഏകീകൃത ഗ്രാമസഭ ഉണ്ടാക്കുവാനാകുക. മുൻപേ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയിൽ നിന്നും വിഭിന്നമായി നൈതിക പ്രതിസന്ധികൾ, തിരുത്തലുകൾ, നവഭേദഗതികൾ എന്നിങ്ങനെ പുതിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരുവാൻ സമാജത്തിന് കഴിയുന്നത് ഗ്രാമസഭയുടെ സമഗ്രമായ പരിവർത്തനത്തിലൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ ക്രമത്തിൽ ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിലവിലുള്ള വ്യവസ്ഥയുടെ പകർപ്പുകളെ ഉരുവാക്കി തുടങ്ങാൻ കഴിയും. എങ്കിലും നാം പ്രതീക്ഷിച്ചിട്ടുള്ളതും അല്ലാത്തതുമായ ഒട്ടേറെ പ്രതിസന്ധികൾ ഉണർന്നു വരികയും അവയെ ഗ്രാമ ഉപസഭകൾ പരിഹരിക്കുകയും ചെയ്യുക വഴിയാണ് ഓരോ ഗ്രാമവും അതിന്റെ സുഗമമായ ചാക്രിക ചലനത്തിൽ എത്തിച്ചേരുക. 11-ാമത്തെ ചാപ്റ്ററാണ് ഇത്. ഇതിനു മുമ്പ് അവതരിപ്പിച്ചതാണ്. ഇങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല. ഇല്ല. ഓക്കെ, ഞാൻ അവിടെ നെല്ലിയമ്പതി കൊണ്ടുപോകാൻ പാകത്തിലുള്ള ഒരു സംവിധാനത്തില ദർശന്റെ സിസ്റ്റത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് സങ്കേതമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു സമയം വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ്. അപ്പോ ഈ ഗോത്ര രൂപീകരണം എന്നുള്ള വ്യവസ്ഥ, നമ്മൾ ആവാസ വ്യവസ്ഥ രൂപീകരിച്ചു. ഇതുവരെ നമ്മൾ അതിന്റെ ഒരു ട്രയൽ റണ്ണിലായിരുന്നു, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയ ട്രയൽ റണ്ണിൽ കൊണ്ടുവരലായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ ആ റിയൽ റണ്ണിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോ നമ്മളെ ഗ്രാമത്തിനകത്ത് ഗ്രാമവാസികൾ എന്ന് പറയുന്ന, നമ്മൾ അവിടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനകത്ത് ജീവിക്കാം, അംഗങ്ങൾക്ക് ജീവിച്ചു തുടങ്ങാം. അപ്പോ ഇത് ഒരു പ്രായോഗിക ജൈവ സംവിധാനമായിട്ട് മാറണം. ഈ ജൈവ സംവിധാനവും നമ്മുടെ സാധാരണ ജീവിതവും തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ജൈവ സംവിധാനം വെച്ചൊരു ആവാസ വ്യവസ്ഥയായിട്ട് മാറുകയാണ് അല്ലെ. അതിന്റെ ചുറ്റുപാടുമായിട്ട് എല്ലാം തമ്മിലുള്ള പാരസ്പര്യം, അവ തമ്മിലുള്ള സ്വയമേവയുള്ള പൊരുത്തമാകൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടെ നമ്മുടെ ബുദ്ധി വെച്ചിട്ടുള്ളൊരു മാനേജ്മെന്റ് എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നതിൻ്റെതായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ, മൊമെന്ററി ആയിട്ടുള്ള ഇന്റലിജൻസ്, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇന്റലിജൻസ്, ആ സ്പേസിലുള്ള ഇന്റലിജൻസ്, ഓരോ സമയത്തുമുള്ള ഇന്റലിജൻസ്, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ആ സംഭവങ്ങൾ തമ്മിൽ ചേർന്ന് ഒരു ഏക വ്യവസ്ഥയായിട്ട് മാറണം. അങ്ങനെ തട്ടകങ്ങൾ ഓരോന്നും അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങണം. ഓരോന്നും സ്വയം പ്രവർത്തന സംവിധാനമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഓരോ തട്ടകങ്ങളും തമ്മിലുള്ള പാരസ്പര്യങ്ങളെ ചേർന്നിട്ടുള്ള ഗോത്ര വ്യവസ്ഥ ആരംഭിക്കുകയുള്ളൂ. ഗോത്ര വ്യവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഈ എല്ലാ തട്ടകങ്ങളും തമ്മിൽ പരസ്പര ബന്ധിതങ്ങളായിട്ട് പ്രവർത്തിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് വ്യക്തി തട്ടകം എന്ന് പറയുന്നത് കുടുംബ തട്ടകവുമായിട്ട് ചേർത്ത് പോകണം. കുടുംബ തട്ടകം എന്നുള്ളത് മറ്റേ ബന്ധു തട്ടകവുമായിട്ട് ചേർന്ന് പോകണം. വ്യക്തി തട്ടകം ബന്ധു തട്ടകവുമായിട്ട് ചേർന്ന്, ഇത് ഗ്രാമ തട്ടകവുമായിട്ട് അല്ലെ ഗോത്ര തട്ടകവുമായിട്ട് ചേർന്ന് പോകണം. ഇവ ഓരോന്നും തമ്മിൽ ചേർന്ന് പോകണം.
അപ്പൊ അങ്ങനെയുള്ള ഒരു ബഹുക്രമ പാരസ്പര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് ഒരു ജൈവ സംവിധാനമായിട്ട് മാറുകയുള്ളൂ. ഇതിന്റെ ഓരോ പരസ്പര ബന്ധത്തിലും അവിടെ വേണ്ടുന്നത് എന്തോ അത് നടപ്പിലാക്കാൻ പാകത്തിലുള്ള ഒരു ഇന്റലിജൻസ് അവിടെ വർക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇപ്പോ മുറ്റത്തൊരു പൂച്ച ഇരിക്കുന്നു ഇരിക്കട്ടെ, പൂച്ചയുടെ നേരെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പൂച്ച പതുക്കെ അവിടെ എഴുന്നേറ്റ് മാറും. പൂച്ച ഇരിക്കുന്നതിനേക്കാൾ 1 ഡിഗ്രി മാറിയിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ പൂച്ച നമ്മളെ നോക്കി അവിടെ ഇരിക്കുന്നല്ല, അത് പൂച്ചയാണെങ്കിൽ. അപ്പോ ഈ നമ്മുടെ ആ പോക്കിനനുസരിച്ച് പൂച്ചയുടെ പ്രതികരണം അല്ലെങ്കിൽ പ്രതിനില കൊള്ളുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ. ഇത് അവിടെ പ്രാദേശികമായിട്ടുള്ള ലോക്കലൈസ്ഡുള്ള മൊമെന്ററി ആയിട്ടുള്ള ഇന്റലിജൻസ്. ഇതുപോലെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യത്തിനോടും നമ്മൾ പ്രതിനില കൊള്ളുന്ന ഒരവസ്ഥ ആണ് ഇന്റലിജൻസിന്റെ ഒരു പ്രത്യേകത. അതിന്റെ സാന്നിധ്യത്തെ നമ്മൾ അറിയുന്ന ആ രൂപത്തിലാണ്. അപ്പൊ ഈ വിധത്തില് ഈ എല്ലാ സഭകളും തമ്മിൽ, എല്ലാ വ്യവസ്ഥകളും, ഓരോ തട്ടകങ്ങളും തമ്മിൽ പരസ്പരം മൊമെന്ററി ആയിട്ട് ആ പൊരുത്തമായിക്കൊണ്ടേയിരിക്കണം. ആ പൊരുത്തമാകൽ എന്നുള്ളത് ഒരു ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ആ ഗോത്ര വ്യവസ്ഥ എന്നുള്ളത് റിയൽ ടൈമിലായിട്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെടുക. അപ്പോഴാണ് ഗൃഹസഭകൾ, ബന്ധുസഭകൾ, ഗോത്രസഭകൾ എന്നിവ ചേർന്നുണ്ടാകുന്ന ഒരു ഏകീകൃത ഗ്രാമസഭ ഒഴിവാക്കുവാനാണ്. ഏകീകൃത ഗ്രാമസഭ ഉണ്ടാകുമ്പോഴാണ് അത് ഒറ്റ സത്തയായിട്ട് ഈക്കോ വില്ലേജ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി മുൻപോട്ട് പോകുക. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വേണമെന്നുള്ളതൊരു മുൻകൂർ ഭരണഘടന നമുക്ക് ഉണ്ടായിരിക്കും. നമുക്ക് എഴുത്താറാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു തീരുമാനമൊക്കെ നമുക്ക് എഴുതി തയ്യാറാക്കുകയൊക്കെ ചെയ്യാം. അതിൽ നിന്നും വിഭിന്നമായിട്ടുള്ളതായിരിക്കും ആ മൊമെന്ററി ആയിട്ട് വരുന്ന കാര്യം. അവിടെ ഉണ്ടാവുന്ന നൈതിക പ്രതിസന്ധികൾ, നീതിയുടെ കാര്യത്തിൽ വരുന്ന ഇവ ഓരോന്നും തമ്മിലുള്ള പ്രതിസന്ധികൾ വരാം. അവിടെ കറക്ഷൻസ് വരാം, തിരുത്തലുകൾ വേണ്ടി വരാം, ഭേദഗതികൾ. ഇതിങ്ങനെയല്ല വേണ്ടത്, ഇനി പുതിയ രീതിയിൽ ഇനി ഇങ്ങനെ മതി എന്നുള്ള രീതിയിൽ ഭേദഗതികൾ. ഇങ്ങനെ ഈ വ്യത്യസ്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരുവാൻ സമാജത്തിന് കഴിയുന്നത് ഈ സമഗ്രമായ ഗ്രാമസഭയുടെ സമഗ്രമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ്. ഗ്രാമസഭയിലെ ഓരോരുത്തരും തമ്മിൽ അതായത് ഗ്രാമസഭ, ഗോത്രസഭ, ബന്ധുസഭ, കുടുംബസഭ, വ്യക്തിസഭ എന്നുള്ള രീതിയിൽ ഈ ഓരോ തലങ്ങളും ഓരോ തട്ടകങ്ങളും തമ്മിൽ ഓരോന്ന് വെച്ചാൽ ഹൈറാർക്കി ആയിട്ട് ഞാൻ അത് ഒരു തട്ടകം വേറെ തൊട്ടു താഴെയുള്ള തട്ടകത്തോട് ബന്ധപ്പെടുന്നു, അത് അതിന്റെ തൊട്ടു താഴെയുള്ള ബന്ധപ്പെടുന്നതല്ല. ഓരോന്നും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരവസ്ഥ, അവിടെയെല്ലാം അതിന്റെ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ മാത്രമാണ് ഇത് കൃത്യമായി സമഗ്രമായി പ്രവർത്തിച്ചു തുടങ്ങുക. അങ്ങനെ കാര്യങ്ങൾ ക്രമമായി ഒഴുകാൻ കഴിഞ്ഞാൽ നിലവിലുള്ള വ്യവസ്ഥയുടെ പകർപ്പുകളെ ഒഴിവാക്കി തുടങ്ങാൻ കഴിയും. അതായത് ഇതൊരു വിജയിച്ച വ്യവസ്ഥയായിട്ട് മാറും. ഈ ട്രൈബ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എല്ലാം തമ്മിൽ സെൽഫ് ഓർഗനൈസ്ഡ് ആയി അതിന്റെ ഇന്റലിജൻസ് എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതൊരു ഓർഗാനിക് സിസ്റ്റം ആയി. അങ്ങനെ ഒരു ഓർഗാനിക് സിസ്റ്റം ആയി കഴിയുമ്പോൾ നമുക്ക് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അങ്ങനെ പണ്ടെങ്ങോ ഉണ്ടായ ഒരു ഗോത്ര വ്യവസ്ഥ നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങളുടെ ശരീരം, ഹൃദയം എന്നുള്ള ഒരു ഫാമിലി ട്രൈബ്, ഹൃദയകോശങ്ങളാകെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ട്രൈബ്, സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫാമിലി എന്താ പറയാ റിലേറ്റീവ് കിൻസ് ട്രൈബ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ടോട്ടൽ ട്രൈബായിട്ട് ഒരു ടോട്ടൽ ഡൊമൈൻ ആയിട്ട് നിങ്ങളുടെ ബോഡി വരും. അത് കൃത്യമായിട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ അതിന്റെ ആ പാറ്റേണുകളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് നമ്മുടെ ബർത്തുകൾ. ഓരോ ജന്മങ്ങളും ഓരോ ജനനങ്ങളും ഉണ്ടാകുന്നത് ഇതിന്റെ ഡ്യൂപ്ലിക്കേഷന്. ടിഷ്യൂ കൾച്ചറിൽ എന്താ ചെയ്യുന്നത്? ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു സിസ്റ്റത്തെ നേച്ചറിലെ ഒരു ഇന്റലിജൻസ് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് ബർത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ഈ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയുടെ ഒരു കംപ്ലീറ്റ് മോഡലിനെ ഒരു ട്രൈബായിട്ട് എടുത്തുണ്ടാക്കി കഴിഞ്ഞാൽ, അതിന്റെ ഫോർമേഷൻ കഴിഞ്ഞാൽ, പിന്നെ അതിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി, അതങ്ങനെ തന്നെ വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോ എന്റെ ശരീരത്തെ രൂപകൽപ്പന ചെയ്യാനായിട്ട് ശരീരം എത്ര കാലം എടുത്തോ, അതിന്റെ പരിണാമത്തിന് എത്ര കാലം എടുത്തോ, ആ എടുത്തിട്ട് ഉണ്ടായ ഡിസൈൻസ് എന്തൊക്കെയാണ്, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു വർക്കിംഗ് സിസ്റ്റം എന്റെ ശരീരത്തിൽ ഉണ്ടായോ, അതുപോലെ ഒരു സിസ്റ്റത്തെ ഉണ്ടാക്കാനുള്ള സമയം വേണ്ട ഒരു റീപ്രൊഡക്ഷൻ ഇതിനെ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഒരു കാർബൺ കോപ്പി എടുത്താൽ മതി.
അതിന് ടെമ്പററി ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് അതിനകത്ത് ഉണ്ടാവും. കോണ്ടംപററി ആയിട്ടുള്ള ആ ഒരു ചില റിഫ്ലക്ഷൻസ്, ചില റിയാക്ഷൻസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. പക്ഷെ ആ മേജർ സിസ്റ്റത്തിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ്. അതുപോലെ നമ്മൾ ഒരു കംപ്ലീറ്റ് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ട്രൈബിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികളെ വേറെ പലയിടത്തും ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ നാം പ്രതീക്ഷിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ ഉയർന്നു വരും ആ സമയത്ത്. അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഈ പുതിയ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ഈ പുതിയ പ്രതിസന്ധികൾ ഉണ്ടാവും, കോണ്ടംപററി ആയിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും. ആ ഉണ്ടാകുന്ന സമയത്ത് ഗ്രാമത്തിന്റെ ഉപസഭകൾ അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് വഴി. ആ കേപ്പബിലിറ്റി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നിലവിലുള്ള ട്രൈബില് ഗ്രാമസഭകൾക്ക് ഇത്തരം കാര്യങ്ങളെ പരിഗണിക്കാനുള്ള, പരിചരിക്കാനുള്ള, അതിനെ ക്രമീകരിക്കാനുള്ള, പരിഹരിച്ച് മുൻപോട്ട് പോകുവാനുള്ള ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ട്രൈബിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രൈബുകളിലും, അതായത് നമ്മുടെ ഒളിമ്പസിനെ പോലെ അല്ലെങ്കിൽ ഗ്രീൻ കോസ്റ്റ് ഇക്കോ വില്ലേജിനെ പോലെ നമ്മൾ കണ്ടെത്തിയ, നമ്മൾ നിർമ്മിച്ചെടുത്ത ഒരു സംവിധാനത്തെ, ആ സംവിധാനത്തിനകത്ത് ഒരു പ്രശ്നം വരുമ്പോഴും ഇവിടെ നമ്മൾ എന്ത് സിസ്റ്റമാണ് ഉപയോഗിച്ചത് അതുപോലൊരു സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിന് സെൽഫ് ഇന്റലിജൻസ് ഉള്ളത് കൊണ്ട് അത് അവിടുത്തെ കോണ്ടംപററി ആയിട്ടുള്ള പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്ത് പോകുന്ന രീതി അവിടെ ഉണ്ടാവും. അപ്പൊ ഈ വിധത്തിലാണ് ഓരോ ഗ്രാമവും അതിന്റെ സുഗമമായ ചാക്രിക ചലനത്തിൽ എത്തിച്ചേരുന്നത്. ചാക്രിക ചലനം എന്ന് വെച്ചാൽ അറിയാലോ, സിസ്റ്റം ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ജീവിത ചക്രമാണ്. ആ ജീവിത ചക്രം ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ആവർത്തിച്ച് വരുമ്പോഴാണ് പിന്നെ അതിന്റെ ചലനവേഗം കൂടുക. ചലനവേഗം ഒരു പരിധിക്കപ്പുറത്തേക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സിസ്റ്റം നിലനിൽക്കില്ലാതെ പോവുകയും ചെയ്യും. പക്ഷെ അത് ആ ചാക്രികതയിൽ ഒരു പ്രത്യേക വേഗത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് സർവീസ് നടത്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ് 50, 60, 100, 150 വർഷമായിട്ടും പ്രവർത്തിക്കുന്നത് പോലെ ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചലനവേഗം കൂട്ടാതെ നോക്കിയാൽ മതി. ചലനവേഗം കൂടുന്നപ്പോഴാണ് എല്ലാത്തിന്റെയും സുഗമാവസ്ഥ കൂടുന്നത്. നമ്മുടെ ഇപ്പൊ ലോകത്ത് സൗകര്യങ്ങൾ കൂടുതലാണ്, ലോകത്ത് സുഖ സൗകര്യങ്ങള്, ഫെസിലിറ്റീസ് കൂടുതലാണ്. അപ്പൊ ചലനവേഗം കൂടും. ചലനവേഗം കൂടുമ്പോൾ ഇത് ടാൻജൻഷ്യൽ ട്രാൻസിഷൻ എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ ഇത് ഇല്ലാതെയാവും. അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അതിന് പകരം നമുക്ക് വേണ്ടത് വെച്ചാൽ ഇതിനൊരു ചലനവേഗത്തെ കൃത്യമായിട്ട് നിലനിർത്തുന്ന ഒരു ചാക്രിക ചലനത്തിൽ കൊണ്ടെത്തിക്കുക. അപ്പൊ അത് നിരന്തരമായി ഉരുണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവുമ്പോൾ വേറെ ട്രൈബുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്താണ്? നമുക്ക് സസ്റ്റൈനബിലിറ്റി ആണ് നമ്മുടെ പ്രധാന വിഷയം. നമ്മൾ സസ്റ്റൈനബിലിറ്റിയെ ആധാരമാക്കി നിലനിന്ന് ചാക്രികമായി മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളും സസ്റ്റൈനബിലിറ്റിയെ ഫോളോ ചെയ്യുക ചാക്രികമായിട്ട് ഉയർന്നു പോയിക്കൊണ്ടിരിക്കും. അതിന്റെയും ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവും. കുറച്ച് ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടായി കഴിയുമ്പോൾ അത് ലോകമെങ്ങാനും വളരുകയും അത് ഒരു ജീവിത വ്യവസ്ഥയായിട്ട് മാറുകയും സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് ലോകത്തിന്റെ വ്യവസ്ഥയായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിഭാവനം. ജീവിത വ്യവസ്ഥകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഈ വഴിയിലൂടെ സുസ്ഥിര സമാജ സ്ഥാപനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തിലും നിങ്ങളുടെ ബോധതലത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.